ഇന്നലെ യു.എസ് വിപണികൾ മിക്സഡ് ആയിട്ടാണ് ക്ലോസ് ചെയ്തത്. ഡൗ ജോൺസ് 0.25% മൈനസും, S&P 500 0.02% മൈനസും, നാസ്ഡാക്ക് 0.3% പ്ലസ് ആയിട്ടുമാണ് ഇന്നലെ ക്ലോസ് ചെയ്തത്. ഫെഡ് ചെയർമാന്റെ സ്പീച്ചിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ നോക്കുകയാണെങ്കിൽ യു.എസ് മാന്ദ്യത്തിലല്ല എന്നും പണപ്പെരുപ്പം പ്രതീക്ഷയത്ര ശക്തമല്ല എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ജോബ് ഡേറ്റയും ഇൻഫ്ലേഷന് അനുകൂലമെങ്കിൽ മാത്രം ഇനിയുള്ള റേറ്റ് കട്ട് പരിഗണിക്കാം. താരിഫിന് മൂലം ഇൻഫ്ലേഷൻ വരുന്ന മാസങ്ങളിൽ കൂടാൻ സാധ്യതയുണ്ടെന്നുള്ള ഒരു വിലയിരുത്തലാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. സമ്പദ് വ്യവസ്ഥയ്ക്ക് അനുസരിച്ചാണ് ഈ നിരക്കിൽ വ്യത്യാസം വരുത്തുന്നത്. അതുപോലെ തന്നെ ഈ വർഷം അവസാനം നിരക്ക് കുറയ്ക്കാൻ കഴിയുമെന്ന ഒരു പ്രത്യാശയും അദ്ദേഹം പറയുന്നുണ്ട്. മറ്റൊന്ന്, നിരക്ക് തീരുമാനത്തിൽ രാഷ്ട്രീയമായ യാതൊരു പരിഗണനയും ഉണ്ടാവില്ല എന്നുള്ള തരത്തിൽ പറയുന്നുണ്ട്. സമ്പദ് വ്യവസ്ഥയുടെ അവസ്ഥയ്ക്കനുസരിച്ചാണ് റേറ്റിന്റെ നിരക്കിൽ തീരുമാനം എടുക്കേണ്ടത്. ഇപ്രാവശ്യം റേറ്റ് അൺചേഞ്ച് ആയിട്ട് തന്നെയാണ് നിർത്തുന്നത്. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഫെഡ് ചെയർമാന്റെ ഭാഗത്തുനിന്നുണ്ടായ തീരുമാനങ്ങൾ. മാർക്കറ്റിന് കാര്യമായ ഇൻഫ്ലുവൻസ് ഒന്നുമില്ല, ഫ്ലാറ്റ് ആയിട്ട് തന്നെ. അതുകൊണ്ട് മാർക്കറ്റ് കഴിഞ്ഞ ദിവസം ക്ലോസ് ചെയ്തു. ഇനി നിഫ്റ്റിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ നിഫ്റ്റി 0.8% ആണ് നിഫ്റ്റിയും സെൻസെക്സും കഴിഞ്ഞ ദിവസം ക്ലോസ് ചെയ്ത് 25,244 82,750 ക്ലോസ് ചെയ്തത്. ഇത് ഏതാണ്ട് കഴിഞ്ഞ ഒക്ടോബർ 24 ആ ഡേറ്റിലെ ഹൈഡ് എടുത്താണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. മാർക്കറ്റിനെ സംബന്ധിച്ചൊരു പോസിറ്റിവിറ്റി നിലവിലുണ്ട്. അതുകൂടാതെ വരുന്ന പ്രധാനപ്പെട്ട ന്യൂസ്, S&P ഇന്ത്യയുടെ GDP റേറ്റിംഗ് ഉയർത്തിയതായിട്ട്. നേരത്തെ 6.2 ആയിരുന്നു പറഞ്ഞത്, ഇപ്പോൾ 6.5 ആയിട്ട് പറയുന്നുണ്ട്. അത് പണപ്പെരുപ്പവും ക്രൂഡ് ഓയിലിന്റെ പ്രൈസ് കുറയുന്നതും എല്ലാം കൺസിഡർ ചെയ്തിട്ടാണ് അങ്ങനെ പറയുന്നത്. ഇന്ത്യയും യു.എസുമായി ഇടക്കാല ഒരു കരാറിന് നോക്കുന്നുണ്ട്. ജൂലൈ 9 പൊതുവെ താരിഫിന് പറഞ്ഞിരിക്കുന്ന ആ ഡെഡ് ലൈൻ അവസാനിക്കുന്നത്. കരാറിൽ ഏർപ്പെടാത്ത രാജ്യങ്ങൾക്കൊക്കെ മുൻ നിശ്ചയിച്ച പ്രകാരമുള്ള രീതിയിൽ താരിഫ് ചുമത്തുമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ സംഭവിച്ചാൽ അതേ നാണയത്തിൽ തന്നെ തിരിച്ചടിക്കുന്ന യൂറോപ്യൻ യൂണിയന്റെ ഭാഗത്തു നിന്നുള്ള ഒരു തീരുമാനമുണ്ട്. ഇന്ത്യയിൽ ഡയറക്റ്റ് ടാക്സ് കുറയുന്നു എന്ന തരത്തിലാണ് ഡേറ്റകൾ പലതും സൂചിപ്പിക്കുന്നത്. കഴിഞ്ഞ ദിവസം മാർക്കറ്റിൽ സ്മോൾ ക്യാപ്പ് 1.5%, മിഡ് ക്യാപ്പ് 0.5% പ്ലസ് ആയിട്ടാണ് ക്ലോസ് ചെയ്യുന്നത്. സ്മോൾ ക്യാപ്പിൽ ഒരല്പം കൂടി മൊമെന്റം കാണിക്കുന്നുണ്ട്. ഇനി നമ്മൾ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ നോക്കുകയാണെങ്കിൽ FIs 77% ഷോർട്ടാണ്, 23% ലോങ് ആണ്. പ്രോ ട്രേഡേഴ്സ് 61% ലോങ് ആണ്, 39% ഷോർട്ടാണ്. റീറ്റെയിൽ ട്രേഡേഴ്സ് 59% ലോങ് ആണ്, 41% ഷോർട്ടാണ്. പ്രോ ട്രേഡേഴ്സ് ബുള്ളിഷ് ആയിട്ട് തന്നെ നിൽക്കുന്നു. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇപ്പോൾ ഷോർട്ട് പൊസിഷനിൽ തന്നെയാണ് നിൽക്കുന്നതെന്ന് ഓർക്കുക. ഇനി ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ FIസും റീറ്റെയിൽ ട്രേഡേഴ്സും സെല്ലേഴ്സ് ആണ്. അതായത് അവർ എക്സ്പെക്ട് ചെയ്യുന്ന ഡൗൺ സൈഡ് ആണ്. പ്രോ ട്രേഡേഴ്സ് ബുള്ളിഷ് ആയിട്ട് നിൽക്കുന്നു. ഇതുകൂടാതെ ഇറാൻ അമേരിക്ക ആണവ ചർച്ച അടുത്ത ആഴ്ച തുടരും. വെടിനിർത്തൽ സക്സസ് ആയിട്ട് തന്നെ ഇപ്പൊ തുടരുന്നു. മറ്റ് പ്രകോപനങ്ങളൊന്നും രണ്ട് ടീമിൽ നിന്നും ഉണ്ടായിട്ടില്ല. അതുപോലെ യൂറോപ്പ് കഴിഞ്ഞ ദിവസം മൈനസ് ആയിട്ടാണ് ക്ലോസ് ചെയ്തത്. നാറ്റോ രാജ്യങ്ങളിൽ ഏതാണ്ട് GDPയുടെ 5% പ്രതിരോധ ചെലവിനായിട്ടാണ് വിനിയോഗിക്കുന്നതെന്നുള്ള വാർത്തയുണ്ട്. മറ്റു വാർത്തകൾ നോക്കുകയാണെങ്കിൽ ഇറാൻ അമേരിക്ക അടുത്ത ആഴ്ച ആണവ ചർച്ച തുടരും എന്നുണ്ട്. വെടിനിർത്തൽ സക്സസ് ആയിട്ട് തന്നെയാണ് ഇതുവരെ നിൽക്കുന്നത്. കൂടാതെ ഏഷ്യൻ വിപണികൾ ഇപ്പോൾ മിക്സഡ് ആയിട്ടാണ് ട്രേഡിംഗ് നടക്കുന്നത്. GNX നിഫ്റ്റി പ്ലസിലാണ് ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്നത്. ജപ്പാൻ ഒരല്പം ബാക്കി ഏഷ്യൻ വിപണികളെക്കാൾ ഒരല്പം മുന്നേറ്റത്തിലാണ്. US ഫ്യൂച്ചേഴ്സ് ഫ്ലാറ്റ് ആണ്. നമ്മളോട് ഒരു പോസിറ്റീവ് രീതിയിൽ ഓപ്പൺ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. 25,300